പ്രിയപ്പെട്ടവരെ, ഇന്നാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് കാതോർക്കുന്ന ഒരു സുന്ദരമായ നിമിഷം നമ്മിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു വർഷം മുഴുവൻ നമുക്ക് നൽകുന്ന ഖൈറുകളും നന്മകളും എന്താണെന്നത് തീർച്ചയായിട്ടും നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതിനാൽ തന്നെ നമ്മിലേക്ക് ആഗതമാകുന്ന പവിത്രമായ ഈ സുന്ദര നമുക്ക് പഠിക്കാനുള്ളത് തീർച്ചയായിട്ടും ഒരു തസ്ബീഹുൽ അക്ബർ, തസ്ബീഹ് നമുക്ക് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു തസ്ബീഹ് നമ്മൾ ഇന്നത്തെ രാവിൽ പ്രത്യേകിച്ച് സുന്ദര രാവിൽ നമ്മൾ പറയുന്നതോടുകൂടി ഒരു വർഷത്തേക്ക് മരണം പോലും ഉണ്ടാവില്ല എന്നതാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ ഇടയിൽ അവർക്ക് ദീർഘായുസ് ഇട്ട് കൊടുക്കുമെന്നതാണ്. അതിനാൽ തന്നെ അത് എന്താണ്, അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മുഹറം 10 രാവിൽ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മുഹറം 10 നോമ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പരിശുദ്ധമായ മുഹറം 9 സംഗമിച്ചിട്ടുണ്ട്. എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവുകയില്ല. കാരണം ഒരു സുന്ദര നിമിഷത്തിലേക്ക്, താസ്വായിൻ്റെ പകലിലേക്ക്, ഈ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് വന്നു ചേരാൻ സാധിച്ചതിൽ അള്ളാഹുവിനോട് എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും ഇന്നത്തെ പരിശുദ്ധമായ മുഹറം 9 താസ്വായിൻ്റെ പകൽ നമ്മളോട് വിട പറയുമ്പോൾ സൂര്യാസ്തമാനത്തോടുകൂടി സൂര്യശോഭ നമ്മിൽ നിന്ന് അകലുന്നതോടുകൂടി മുസ്ലിം ഉമ്മത്തെ കാതോർക്കുന്ന ആ സുന്ദര നിമിഷമാണ് നമ്മിലേക്ക് സമാഗതമാവുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പഞ്ചസാര കുന്നുമേൽ തേന്മഴ പെയ്യുന്നത് പോലെ ഇരട്ടി മധുരമാണ് മുസ്ലിം ഉമ്മത്തിന് ലഭിക്കാൻ പോകുന്നത്. അത്രത്തോളം മാധുര്യം നിറഞ്ഞ, മധുരം നിറഞ്ഞ ഒരു സുന്ദര നിമിഷത്തെയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അധിക കാര്യങ്ങളൊന്നും ഇന്നത്തെ രാവിൽ ചെയ്യേണ്ടതില്ല. കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ രാവിൻ്റെ ആ മഹത്വം, ആ ഒരു നന്മ നമുക്ക് സ്വായത്തമാക്കിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ഈ രാവിലെ പരിശുദ്ധമായ മുഹറം 10 രാവ് നമ്മിലേക്ക് സമാഗതമാവുമ്പോൾ ഈ രാവിനെ ഹയാത്താക്കുക എന്നതാണ്. തീർച്ചയായിട്ടും ഈ രാവിനെ നമ്മൾ ഹയാത്താക്കുന്നതിലൂടെ തന്നെ പകുതി പോരിശകൾ, ഈ രാവിൻ്റെ പകുതി നന്മകൾ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ചുരുങ്ങിയത് മഗ്രിബ്, ഇശാ, സുബ്ഹ് അത് നമ്മൾ എന്ത് വില കൊടുത്തും തീർച്ചയായിട്ടും നമ്മൾ എന്ത് വില കൊടുത്തും ജമാഅത്തായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. തീർച്ചയായിട്ടും ജമാഅത്ത് മുടങ്ങിപ്പോകുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ രാവിലെ, പ്രത്യേകിച്ച് നമ്മുടെ മുഹറം 10 രാവിലെ ഉണ്ടായിക്കൂടാൻ പാടില്ല. അതിനാൽ തന്നെ എന്ത് വില കൊടുത്തും നമ്മൾ ഈ പരിശുദ്ധമായ രാവിനെ ഹയാത്താക്കാൻ വേണ്ടി ശ്രമിക്കണം. സഹോദരിമാരാണെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ മക്കളാണെങ്കിലോ അല്ലെങ്കിൽ ആരാണോ ഉള്ളത്, ഒരാളാണെങ്കിൽ പോലും അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജമാഅത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അതുപോലെ തന്നെ സഹോദരന്മാരെല്ലാം ഫുട്ബോളിന്റെ ആ ഒരു സമയം, വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ മുഹറം 10 രാവ് നമ്മിലേക്ക് സമാഗതമാവുമ്പോൾ അടുത്തൊരു വർഷത്തെ മുഹറം 10 രാവ് നമുക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ രാവ് ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കില്ല. അതിനാൽ തീർച്ചയായിട്ടും ഈ മുഹറം 10 രാവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനാൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രധാനപ്പെട്ടും നമ്മുടെ ഈ ഒരു ജമാഅത്തിന്റെ കാര്യം പരമാവധി അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറാവുക. രണ്ടാമതായി ഉണർത്താനുള്ളത് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മുസ്തജാബായ രാവാണ് നമ്മുടെ പരിശുദ്ധമായ മുഹറം 10 രാവ്. അതിൽ ആർക്കും തർക്കമില്ല. ലോകത്തുള്ള സകല വ്യക്തികൾക്കും തർക്കമില്ലാത്ത പരിശുദ്ധമായ ഒരു രാവാണ് മുഹറം 10 രാവ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ രാവിൽ ഉത്തരം ലഭിക്കുമോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, ലഭിക്കും. കാരണം എന്താണ്? നമ്മുടെ മദ്ഹബ് ഷാഫി ഇമാമിന്റെ അടിസ്ഥാന പ്രകാരം തീർച്ചയായിട്ടും മഹാനർ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്ന ഒരു പരിശുദ്ധമായ രാവാണ് മുഹറം രാവ് എന്ന് നമ്മളോട് ഹദീസുകളിൽ ഉണർത്തിയതാണ്. അത് എന്തടിസ്ഥാനത്തിലാണ്? നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദരത്തിലൂടെ നുകർന്നു വന്ന ആ മൊഴിമുത്തുകൾ അനുസരിച്ചുകൊണ്ടാണ് ഷാഫി ഇമാം നമ്മളോട് ഹദീസുകളിൽ വ്യക്തമായിട്ട് ഇന്നത്തെ രാവിനെ കുറിച്ച് മുസ്തജാബിന്റെ രാവാണ്, തീർച്ചയായിട്ടും ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കും എന്ന് തീർച്ചയായിട്ടും ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ തന്നെ പരമാവധി നമ്മൾ എല്ലാവരും ദുആയിൽ എൻഗേജഡ് ആവാൻ തയ്യാറാവണം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യജമാനനായ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സുന്ദര നിമിഷമാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം നേരിടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ രാവിൽ മാക്സിമം നമ്മൾ ദുആയിൽ എൻഗേജഡ് ആവാൻ വേണ്ടി തയ്യാറാവുക. കാരണം വാനലോകത്ത് മാലാകന്മാരെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് നാഥനിലേക്ക് ശുക്രോദിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ദിനവും, അതുപോലെ തന്നെ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിലും ഉറ്റവരുടെവരുമെല്ലാം അവരുടെയൊക്കെ റൂഹ് നമ്മിലേക്ക് സമീപിക്കുന്ന ഒരു ദിനവും കൂടിയാണ് മുഹറം 10 രാവ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ദുആയിൽ പരമാവധി എൻഗേജഡ് ആവാൻ വേണ്ടി തയ്യാറാവുക. മൂന്നാമതായി നമുക്ക് ഉണർത്താനുള്ളത് കുടുംബത്തിന് വിശാലത ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പരിശുദ്ധമായ മുഹറം 9 രാവ് നമ്മളിലേക്ക് പിരിയുമ്പോൾ, മുഹറം 9 രാവ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ പരിശുദ്ധമായ മുഹറം 10 രാവ്
നമ്മിലേക്ക് സമാഗതമാവുമ്പോൾ കുടുംബത്തിന് വിശാലത ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അതിൽ നമ്മൾ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. 3 നേരങ്ങളിൽ തീർച്ചയായും നമുക്ക് ലാവശ്യമായിട്ട് ഭക്ഷണങ്ങൾ പാചകം ചെയ്യാം എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അതിൽ ഒന്നാമത്തത് നമ്മുടെ പെരുന്നാളിന്റെ സുദിനമാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ലാവശ്യമായിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാവണം. രണ്ടാമത്തേത് പറയുന്നത് മുഹറം 10ന്റെ രാവാണ്. അതായത് ഇന്നത്തെ നമ്മുടെ സൂര്യാസ്തമാനത്തോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന മുഹറം 10ന്റെ രാവ്. ഇന്നത്തെ ഈ സുദിനത്തിൽ ഈ രാവിലും നമ്മൾ ലാവശ്യമായിട്ട് ഒരു പിശുക്കും കാണിക്കാതെ നമ്മൾ ലാവശ്യമായിട്ട് സുലഭമായിട്ട് നമ്മൾ ഭക്ഷണ പാനീയങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മിലേക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിഥികൾ കടന്നു വരുന്ന സമയമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഭവനങ്ങളിലേക്ക് അതിഥികൾ കടന്നു വരുമ്പോഴും ലാവശ്യമായിട്ട് ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അവിടെ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവിടെ ഒരു കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെലവഴിക്കാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാവശ്യമായിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അതിനാൽ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളും മക്കളും ഭാര്യമാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഈ ഒരു സുന്ദര മുഹൂർത്തത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ ആ ഒരു ഭക്ഷണം നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പാചകം അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. അതിനാൽ തന്നെ മുഹറം 9ന്റെ നോമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് 10ാം രാവിലേക്ക് മഗ്‌രിബ് വാങ്കോടുകൂടി നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷത്തിൽ അവൻക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. കാരണം ഖജനാവ് കാലിയാകാത്ത യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് ഒരുപാട് ഖൈറുകളും നന്മകളും ബർക്കത്തുകളും കോരിച്ചൊരിയുന്ന പരിശുദ്ധമായ മുഹറം 10ന്റെ ഈ രാവിൽ നമ്മൾ കുടുംബത്തിന് വിശാലത ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അങ്ങനെ ആ ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷം മുഴുവൻ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അവന്റെ ആ ഒരു ഭക്ഷണത്തിന്റെ ആ ഒരു കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. എല്ലാ ഖൈറുകളും ബർക്കത്തുകളും നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകും. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിലെ നമ്മളെ മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അതുപോലെ തന്നെ അവർക്ക് ഹദിയ കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. സ്വതക്ക ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. സ്വതക്ക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാം പരിപോഷിപ്പിക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് സ്വതക്ക. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഹദിയ കൊടുത്തുകൊണ്ടും സ്വതക്ക ചെയ്തുകൊണ്ടൊക്കെ ഇന്നത്തെ സുന്ദരമായ രാവിനെ ഹയാത്താക്കണമെന്നാണ് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നാലാമതായി നമുക്ക് ഉണർത്താനുള്ളത് ഇന്നത്തെ ഈ സുദിനത്തിൽ ഒരു പാത്രം എടുത്തുകൊണ്ട് അതിലേക്ക് അല്പം പനിനീർ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പരിശുദ്ധമായ സൂറത്തുൽ ഉമ്മ, അതായത് നമ്മുടെ ഖുർആനിന്റെ ഉമ്മയായ സൂറത്തുൽ ഫാത്തിഹ, അത് നമ്മൾ ഒരു 3 തവണ പാരായണം ചെയ്തുകൊണ്ട് അതിലേക്ക് ഇഷ്ഫിയാറിന് ഊതുക. അത് തീർച്ചയായിട്ടും നമുക്ക് 7 തവണയാണെങ്കിൽ ഏറ്റവും ഹൈറാണ്. അല്ലെങ്കിൽ മാക്സിമം ഒരു 3 തവണയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അറിയപ്പെടുന്ന, ഓതാൻ അറിയുന്ന ഒരാള് അതിലേക്ക് ഓതിക്കൊണ്ട് തീർച്ചയായിട്ടും അത് കുടുംബങ്ങളിലുള്ള എല്ലാവർക്കും, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ എല്ലാവർക്കും അത്
അല്പം എടുത്തുകൊണ്ട് കയ്യിൽ അല്പം എടുത്തുകൊണ്ട് രണ്ട് കൈയിലും ഉരസിക്കൊണ്ട് ആദ്യം തൻ്റെ മുഖം ആദ്യം തടവുക. അതിനുശേഷം കുറച്ചല്പം പനിനീറിൻ്റെ വെള്ളം അല്പം എടുത്തുകൊണ്ട് വീണ്ടും കയ്യിലാക്കിക്കൊണ്ട് നമ്മുടെ തല മൊത്തം മുഴുവൻ തടവുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആ വർഷത്തിൽ അവൻക്ക് പ്രയാസപ്പെടുന്ന, അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വിഷമിക്കുന്ന ഒരു കാര്യവും ഉണ്ടാകില്ല എന്നാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത്. ഷിഫാഉ മിൻ കുല്ലി ദാ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഷിഫാ ഉള്ള ഒരു സൂറത്താണ് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ. കാരണം അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിലുള്ള ആ സുന്ദരമായ വചനം, നമ്മുടെ ഖുർആനിന്റെ ഫസ്റ്റ് തന്നെ വചനം സൂറത്തുൽ ഫാത്തിഹ എന്നതുകൊണ്ടാണ് നമ്മുടെ ഖുർആനിന്റെ സ്റ്റാർട്ടിങ് തന്നെ. അതിനാൽ തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ള ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ അധ്യായം അത് നമ്മൾ മനോഹരമായിട്ട് തെറ്റുകൂടാതെ ഓതി, അതിൽ ഇഷ്ഫിയാറിന് ഓതി 7 തവണ ഓതാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഹൈറാണ്. അങ്ങനെ നമ്മൾ ഓതിക്കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ തീർച്ചയായിട്ടും ആ ഒരു വർഷം അവൻ ബുദ്ധിമുട്ടിക്കുന്ന, അവൻ പ്രയാസപ്പെടുന്ന ഒരു അസുഖവും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊന്നും പറയുന്നില്ല, എല്ലാ അസുഖങ്ങളിൽ നിന്നും അവനക്ക് മുക്തി ലഭിക്കും, മോചനം ലഭിക്കും. അപ്പോ ഇന്നത്തെ ഈ പരിശുദ്ധമായ ഈ ഒരു സുദിനത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, അഞ്ചാമതായി നമുക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഈ പരിശുദ്ധമായ മുഹറം 10 രാവിൽ ചെയ്യേണ്ട ദുആകളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തസ്ബീഹുകളിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വായയിൽ അകപ്പെട്ടപ്പോൾ ആ ചൊല്ലിയ ആ പവിത്രമായ പരിശുദ്ധമായ ദിക്റാണ്. തീർച്ചയായിട്ടും ദുൽഹിജ്ജ 1 മുതൽ മുഹറം 10 രാവ് വരെ 40 ദിവസങ്ങളിൽ നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ പരിശുദ്ധമായ ഈ ദിക്റാണ്. തീർച്ചയായിട്ടും യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം രക്ഷ പ്രാപിച്ചത്. തീർച്ചയായിട്ടും 40 ദിവസത്തോളമാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ദിക്ർ പ്രാവർത്തികമാക്കിയത്. അതിനാൽ തന്നെ ദുൽഹിജ്ജ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് മുഹറം 10 ഈ ഒരു സമയത്താണ്, ഈ പരിശുദ്ധമായ മുഹറം 10 പകലിലാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധിച്ചത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഒരു 40 തവണ നമ്മൾ ഈ ഒരു പരിശുദ്ധമായ ദിക്ർ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. തീർച്ചയായിട്ടും ഈ ദിക്ർ എന്താണ് ഇതിൽ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധിക്കാൻ ഒരു അർഹനുമില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അക്രമകാരികളിൽ പെട്ടവനാവുന്നു എന്നുള്ള ഈ ഒരു അള്ളാഹുവിനോട് നമ്മൾ തുറന്ന് പറയുന്ന, നമ്മൾ മോശക്കാരാണ്, അള്ളാഹുവേ നീ പരിശുദ്ധനാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഈ ഒരു പരിശുദ്ധമായ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ പരിശുദ്ധമായ ഈ ഒരു ദിക്ർ അത് നമ്മൾ 70 തവണ ഉച്ചരിക്കാൻ വേണ്ടി തയ്യാറാണ്. അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. കാര്യങ്ങൾ ഏൽപ്പിക്കാൻ, പരമേൽപ്പിക്കാൻ എനിക്ക് അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സഹായങ്ങൾ നൽകുന്ന, സഹായങ്ങൾ ഏൽപ്പിക്കാൻ ഉതകുന്ന അല്ലാഹുവേ
നീയാണ് എനിക്ക് എല്ലാത്തിനും മതിയായവൻ എന്നതാണ് ഈ പരിശുദ്ധമായ ഈ ഒരു ദിക്റിന്റെ മാന. ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് പടച്ചോനാണ്. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിക്കുന്ന പടച്ചോനെ നിന്നെ ഏൽപ്പിക്കുന്നു എന്നതാണ് ഈ പരിശുദ്ധമായ ഈ ഒരു ദിക്റിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് ഈ ഒരു ദിക്ർ അങ്ങനെ ചെയ്തതിന്റെ ശേഷം തീർച്ചയായിട്ടും ഈ അസ്ബുനത്തിന്റെ ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു ദിക്ർ അത് നമ്മൾ 7 തവണ തെറ്റുകൂടാതെ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആ ഒരു വർഷം അവനക്ക് മരണമുണ്ടാവുകയില്ല, മരണം അവനെ തേടിയെത്തുകയില്ല. തീർച്ചയായിട്ടും ഈ ഒരു പരിശുദ്ധമായ ഒരു ദിക്ർ എല്ലാവർക്കും പാരായണം ചെയ്യാൻ സാധിക്കും. 7 അല്ല 70 അല്ല 700 തവണ പാരായണം ചെയ്യാൻ സാധിക്കും. പക്ഷെ മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിലേക്ക് അവനിലേക്ക് നമ്മൾ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനെ തവക്കുലാക്കിക്കൊണ്ട് ആ ഒരു ആത്മാർത്ഥതയോട് കൂടി ഈ വാചകം പറയാൻ കഴിയുന്ന ആൾക്ക് ആ ഒരു വർഷം മരണമുണ്ടാകില്ല. ആ ഒരു വർഷം മരണമുണ്ടാകാത്ത ആളുകൾക്ക് മാത്രമേ ഇങ്ങനെത് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മരണമുണ്ടാവുന്ന ആളുകൾക്കോ അത് കൃത്യമായിട്ട് ഇഖ്ലാസോട് കൂടി കൃത്യതയോട് കൂടി ഈ ഒരു വാചകം പറയാൻ സാധിക്കില്ല. ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു ദിക്ർ പറയാൻ സാധിക്കുകയില്ല. എല്ലാവർക്കും ഇത് പറയാനോ അതുപോലെ തന്നെ ചൊല്ലാനും എല്ലാം സാധിക്കും. പക്ഷേ കൃത്യതയോട് കൂടി ആ ഒരു ആത്മനിവൃത്തിയോട് കൂടി ആ ഒരു മനസാന്നിധ്യത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ആളുകൾ ആ ഒരു വർഷത്തിൽ മരണപ്പെടുകയില്ല എന്നതാണ്. അതിനാൽ തന്നെ അത്രത്തോളം പ്രാധാന്യവും മഹത്വവും പിന്നെ നന്മയും നിറഞ്ഞ ഈ അസ്ബുനത്തിന്റെ വാചകം തീർച്ചയായിട്ടും ഇന്നത്തെ രാവിലെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അത് തസ്ബീഉൽ അക്ബറാണ്, ഏറ്റവും വലിയ തസ്ബീഹാണ്. അതിനാൽ നമ്മൾ മനസാന്നിധ്യത്തോടു കൂടി ഈ ഒരു പരിശുദ്ധമായ ദിക്ർ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വഹദാനിയത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ഒരു പരിശുദ്ധമായ ഒരു ദിക്ർ 1000 പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വളരെ മഹത്വമാണ്. ചുരുങ്ങിയത് ഒരു 100 തവണ നമ്മൾ ഇന്നത്തെ രാവിലെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രത്തോളം മഹത്വവും നന്മയും നിറഞ്ഞ പരിശുദ്ധമായ ദിക്റാണ് അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഊന്നി പറയുന്ന ഈ പരിശുദ്ധമായ ദിക്ർ. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സൂറത്തുൽ ഇഖ്ലാസിന്റെ പാരായണം. അത് 100 തവണ നമ്മൾ ഇന്നത്തെ ഈ പരിശുദ്ധമായ രാവിൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് 1 തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ അടുക്കലൂടെ മാലാഖമാർ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുമെന്നതാണ് ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 50 തവണ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അവന്റെ 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. അതുപോലെ തന്നെ 10 തവണ ഇത് പ്രാവർത്തികമായിട്ട് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു സൗധം പണിയുമെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് അത്രത്തോളം 3 തവണ പാരായണം ചെയ്യുന്നതിലൂടെ തന്നെ ഖുർആനിന്റെ മുഴുവൻ ഓതിയ പ്രതിഫലം ലഭിക്കുന്ന ഈ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ പരിശുദ്ധമായ രാവിലെ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അതുപോലെ തന്നെ അടുത്ത പറയാനുള്ളത് സൂറത്തുൽ തൗബയുടെ ഈ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലീമാ അനിതു ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ പരിശുദ്ധമായ
ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധമായ ആയത്ത്, സൂറത്ത് തൗബയുടെ ഈ 2 ആയത്ത്, അത് മഹാന്മാർ നമ്മളോട് പറയുന്നത് 1000 തവണയാണ്. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും 100 തവണ നമ്മൾ ഈ പരിശുദ്ധമായ ആയത്ത് പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഈ പരിശുദ്ധമായ രാവിലെ ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് ദിവസവും പാരായണം ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് മരണമില്ല എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം ശക്തിയായ, അത്രത്തോളം പവറുള്ള അവസാനത്തെ ഈ 2 ആയത്ത് ഇന്നത്തെ രാവിലെ നമ്മൾ മാക്സിമം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് നോമ്പിന്റെ കാര്യമാണ്. മുഹറം 10-ന്റെ പ്രത്യേകത പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം പ്രാധാന്യവും അത്രത്തോളം മഹത്വവും അത്രത്തോളം നന്മ നിറഞ്ഞ, പരിശുദ്ധി നിറഞ്ഞ നോമ്പാണ് മുഹറം 10-ന്റെ നോമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അനുഷ്ഠിച്ച ഈ പവിത്രമായ നോമ്പ്, മുഹറം 10-ന്റെ നോമ്പ്, അതെന്തായാലും നമ്മൾ നോൽക്കാൻ വേണ്ടി തയ്യാറാവണം. കാരണം പരിശുദ്ധമായ മുഹറം 10-ന്റെ നോമ്പ് നോൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു വർഷത്തിൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും ബർക്കത്തുകളും ഖൈറുകളും കോരിച്ചൊരിയുമെന്ന് മാത്രമല്ല, അവന്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിക്കൊടുക്കും, ശമനം നൽകും. അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം ശമനം നൽകുമെന്നെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ മുഹറം 10-ന്റെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാവുക. പിന്നെ നോൽക്കാൻ കഴിയാത്ത നമ്മുടെ ഇടയിൽ നമ്മുടെ രോഗികളായിട്ടുള്ള സഹോദരങ്ങളും സഹോദരികളൊക്കെ ഉണ്ടാവും. അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവർക്കെല്ലാം അവരുടെ നിയ്യത്തനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ സഹോദരിമാർക്കെല്ലാം ഈ ഒരു സമയത്ത് പീരീഡ്സിന്റെ ഒക്കെ സമയം കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത ആ ഒരു സമയം ഉണ്ടാവും. അതുപോലെ തന്നെ രോഗങ്ങൾ വന്നിട്ട് രോഗത്തിന്റെ ആ ഒരു പ്രയാസത്തില് ഈ മുഹറം 10-ന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകളെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അൽഹംദുലില്ലാഹ്, അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാം ഈ പരിശുദ്ധമായ മുഹറം 9-ന്റെ നോമ്പ് ഖളാ വീട്ടി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു നോമ്പിന്റെ പ്രതിഫലം എന്താണോ, ഇതിന്റെ ശ്രേഷ്ഠത എന്താണോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. കാരണം നമ്മുടെ യജമാനന് അറിയാം നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന, നമ്മളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുന്ന ഈ യജമാനന് തീർച്ചയായിട്ടും ഈ ഒരു മുഹറം 10-ന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത ഈ ഒരു സന്ദർഭത്തില് തീർച്ചയായിട്ടും നമ്മുടെ നാഥന് അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകുക തന്നെ ചെയ്യും. അല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ മുഹറം 10-ന്റെ രാവിലെ നോമ്പ് എടുത്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും സ്വലാത്തുകളും കൊണ്ടെല്ലാം ധന്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മുഹറം 10-ന്റെ രാവിലെ എല്ലാവരും ഈ വിനീതനെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ദുആയിൽ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ് ഈ മുഹറം 10-ന്റെ രാവിന്റെ ഓർശ കൊണ്ട് ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവർ ഉടയവർ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമാക്കി സ്വർഗത്തിലെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അവരെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ മാക്സിമം നമ്മുടെ ഇസ്ലാമിക വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന, ദീനിനോട് കൂറുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഖൈറായ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.